ചൈനയുടെ ആയുധങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ ഇവയൊക്കെ ചൈനീസ് എന്ന് വിളിച്ച് കളിയാക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. എന്തിനുമേതിലും ഒരു രഹസ്യം ചൈന എപ്പോഴും കാത്തു സൂക്ഷിക്കാറുമുണ്ട്. ചൈനയുടെ വൻമതിലടക്കം, അവരുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് വിമാനങ്ങളടക്കം, ഏറ്റവും പുതിയ ദീർഘദൂര മിസൈലുകളടക്കം. സിൻജിയാങ് പ്രവിശ്യയിലെ വളരെ രഹസ്യമായ മലാൻ പരീക്ഷണ കേന്ദ്രം ചൈനയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു എയർബേസാണ്. എയർബേസ് എന്ന് പറഞ്ഞാൽ പലതരം ബോംബറുകളുടെ പരീക്ഷണ വികസന ഇടം. ഈ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് ഉപഗ്രഹങ്ങളുടെ കണ്ണ് പിടിച്ചെടുത്തത് ഒരു വലിയൊരു വിമാനത്തിൻ്റെ ചിത്രമാണ്. ഒരു മാസം പോലും ആയില്ല ആ ദൃശ്യങ്ങൾ, ഉപഗ്രഹങ്ങൾ പിടിച്ചെടുത്തിട്ട്. ഒരു വലിയ താഴ്ന്ന തലത്തിൽ പറന്നു നീങ്ങുന്ന നീളമുള്ള ചിറകുള്ളൊരു വിമാനം. പക്ഷെ അതൊരു ദീർഘദൂര കൂറ്റൻ ഹെയിൽ ഡ്രോൺ ആണെന്ന് പിന്നീട് വിദഗ്ധർ വിലയിരുത്തി. ആളില്ലാ വിമാന വികസനത്തിന് പേര് കേട്ട മലായ് താവളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പുതുതായി നിർമ്മിച്ച വിശാലമായ ഒരു ഫെസിലിറ്റിക്ക് പുറത്തേക്കാണ് ഈ കൂറ്റൻ ഹെയിൽ ഡ്രോൺ പറന്നു നീങ്ങിയത്. ഇതോടെ വ്യക്തമാകുന്നു ചൈനയുടെ അടുത്ത തലമുറ വ്യോമ പോരാട്ട പരിപാടികളിലെ ഒരു സുപ്രധാന ഐറ്റം തന്നെയാണ് ഈ ഡ്രോണെന്ന്. ഏകദേശം 52 മീറ്റർ നീളമുണ്ടാകും ചിറകുകൾക്ക്. ഇതിനെ US-ൻ്റെ നോർത്രോപ്പ് ഗ്രൂമൻ ബോംബറായ B-2 സ്പിരിറ്റിൻ്റെ കൂടെ താരതമ്യപ്പെടുത്താം. അല്ലെങ്കിൽ US-ൻ്റെ നെക്സ്റ്റ് ജനറേഷൻ സ്റ്റെൽത്ത് ബോംബറായ B-21 റൈഡറിനേക്കാൾ വലുതാണ്. എന്നാൽ മറ്റ് ബോംബറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് കോക്പിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വിദൂര നിയന്ത്രിത ആളില്ലാ വിമാനമാണെന്ന് വ്യക്തമാകുന്നത്. 2 വർഷം മുമ്പ് പ്രവർത്തിച്ചു തുടങ്ങിയ ഈ മലായ് വിമാന കേന്ദ്രത്തിൽ US-ൻ്റെ സ്റ്റെൽത്ത് വിമാനങ്ങൾ സൂക്ഷിക്കുന്നതടക്കം അതുപോലെയുള്ള നിരവധി ഹാങ്ങറുകളുടെ ഒരു വൻ നിര തന്നെയുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് H-20 സ്റ്റെൽത്ത് ബോംബർ, സ്റ്റെൽത്ത് ഡ്രോണുകൾ, ട്രൈ എഞ്ചിൻ ഫൈറ്റർ വിമാനങ്ങൾ, ചെറിയ UAV-കൾ ഇവ ഉൾപ്പെടെയുള്ള അടുത്ത തലമുറ വൈവിധ്യമാർന്ന എയർ കോമ്പാക്ട് പ്ലാറ്റ്ഫോമുകളുടെ ഒരു ശൃംഖല തന്നെ ചൈന അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ആകാശ യുദ്ധത്തിന്, ആകാശ മേധാവിത്യം പിടിച്ചെടുക്കാനായിട്ട് ചൈന എല്ലാം കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തം. ഇത്രയും വലിയൊരു ഹെയിൽ സ്റ്റെൽത്ത് ഡ്രോണിൻ്റെ ആവിർഭാവത്തിന് കാര്യമായ തന്ത്രപരമായൊരു പ്രത്യാഘാതങ്ങളുണ്ട്, അതിൻ്റെ ഗുണഗണങ്ങളുണ്ട് ചൈനയ്ക്ക്. പസഫിക് സമുദ്രത്തിൽ ഏറെ താഴ്ന്നു പറന്ന് നിരീക്ഷണം നടത്താൻ ഈ ഏറ്റവും വലിയ ഹെയിൽ ഡ്രോണുകൾക്ക് കഴിയും. മറ്റ് ശത്രു കപ്പലുകൾക്കും മറ്റ് ശത്രു വസ്തുക്കൾക്കും നേരെ വ്യക്തമായ ശക്തമായ നിമിഷ നേരം കൊണ്ടുള്ള ആക്രമണം അഴിച്ചുവിടാനും ഈ ഡ്രോണുകൾക്കാകും. ഇത് ഭീഷണിയാർക്കാണ്? അമേരിക്കയ്ക്ക് തന്നെയാണ്. US-ൻ്റെ നാവിക വ്യോമ ആസ്തികളെ കൂടാതെ അവരുടെ ഈ മേഖലയിലെ ചൈന ഉൾപ്പെടുന്ന ചൈനയുടെ അധികാര കേന്ദ്രത്തിൽ വരുന്ന മേഖലയിലെ മറ്റ് വ്യോമത്താവളങ്ങളെയും നാവിക കേന്ദ്രങ്ങളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ ഏറ്റവും പുതിയ ഹെയിൽ ഡ്രോൺ. ഈ വിമാനം പക്ഷേ ദീർഘകാലമായി ലോകം ചൈനയിൽ നിന്നും കാത്തിരുന്ന H-20 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷൻ വ്യക്തമായി പരിശോധിക്കുമ്പോൾ ആളില്ലാ സംവിധാനമാണെന്ന് കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ചൈന ഇപ്പോഴും രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് അവരുടെ H-20 ബോംബർ വിമാനങ്ങൾ. 8500 കിലോമീറ്റർ ദൂരപരിധിയാണ് ഒറ്റ യാത്രയിൽ. 10 ടൺ വരെ പേലോഡ്, 10 ടൺ വരെയുള്ള സ്ഫോടക വസ്തുക്കൾ അതിൽ വഹിക്കാനാകും. അതുകൊണ്ട് തന്നെയാണ് H-20 ഒരു സ്ട്രാറ്റജിക് സബ്സോണിക് ഫ്ലൈയിങ് വിങ് ബോംബറായിരിക്കുമെന്ന് ലോകം കണക്ക് കൂട്ടുന്നത്. US-ൻ്റെ ഗുവാം, ഹവായ് വ്യോമത്താവളങ്ങൾക്ക് ഏറെ ഭീഷണിയാകും ഈ H-20 ബോംബറുകളും ഇപ്പോൾ ചൈന കണ്ടെത്തിയിരിക്കുന്ന ഹെയിൽ ഡ്രോണുകളുമൊക്കെ വരുത്തി വയ്ക്കുക. വളരെ മനഃപൂർവ്വമായാണ് ഈ വിമാനം ചാര ഉപഗ്രഹങ്ങളുടെ ചാരക്കണ്ണുകൾക്ക് മുന്നിലേക്ക് ചൈന ഇട്ടുകൊടുത്തത് എന്ന് തന്നെ വേണം കരുതാൻ. US-ൻ്റെതടക്കം വാണിജ്യ സൈനിക ഉപഗ്രഹങ്ങൾ ഓരോ നിമിഷവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈന എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ, സൈനിക സാമഗ്രികൾ എവിടെയൊക്കെ അവർ പുറത്തിറക്കുന്നതെന്ന്. അടുത്ത തലമുറയിലെ വ്യോമ പോരാട്ട മേഖലയിലെ തങ്ങളുടെ വളരെ പെട്ടെന്നുള്ള ആ വികസനം, അതുപോലെ തന്നെ ആഗോള പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്ന ഈ സമയത്ത് അമേരിക്കയുമായി സാങ്കേതിക തുല്യത തങ്ങൾക്കുണ്ടെന്ന് വരുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ബീജിങ്ങിൻ്റെ വളരെ കണക്കുകൂട്ടിയ നീക്കങ്ങളാണെന്ന് വിശകലന വിദഗ്ധർ തന്നെ വിലയിരുത്തുന്നുണ്ട്. ചൈനയ്ക്ക് ഇരട്ട ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടിയിൽ ഒന്ന് പുകഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ചൈന ഇടപെട്ട് സംയമനം പാലിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
അതൊരു വ്യാപാര യുദ്ധത്തിനപ്പുറം ആയുധങ്ങൾ കൊണ്ടുള്ള കയ്യാങ്കളിയിലേക്ക് മാറാത്തതും. ഇന്നല്ലെങ്കിൽ നാളെ ചൈനയ്ക്ക് തങ്ങളുടെ ഈ ഏറ്റവും പുതിയ ബോംബർ വിമാനങ്ങളും സ്റ്റെൽത്ത് വിമാനങ്ങളും ഒക്കെ വെച്ചിട്ട് തങ്ങളുടെ ശക്തി ഒന്ന് കാട്ടിക്കൊടുക്കേണ്ടി വരുമെന്ന് ചൈനയ്ക്ക് തന്നെ അറിയാം. മലൻ ബേസിലെ ഭീമൻ സ്റ്റെൽത്ത് ഫ്ലൈയിങ് വിമാനം പ്രത്യക്ഷപ്പെടുന്നത്, ഈ ഡ്രോൺ പ്രത്യക്ഷപ്പെടുന്നത് ചൈനയുടെ ആളില്ല വ്യോമയാന രംഗത്തെ വൻ കുതിച്ചുചാട്ടത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഏഷ്യ പസഫിക് മേഖലയിലെ ശക്തി, തങ്ങളുടെ വ്യോമശക്തിയിലെ നാവികശക്തിയുടെയും സന്തുലിതാവസ്ഥ, ഇതൊക്കെ ചൈനയ്ക്ക് തങ്ങളുടെ വളരെ അതിസൂക്ഷ്മമായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ചൈനയ്ക്ക് തന്നെ അതിൻ്റെ ഗതി മാറ്റാൻ കഴിയുമെന്ന് ഈ സ്റ്റെൽത്ത് ഡ്രോണുകളുടെ കണ്ടുപിടുത്തം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് ജനറേഷൻ സിസ്റ്റങ്ങളിലും ചൈന നടത്തുന്ന മറ്റ് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ ചൈന വളരെ രഹസ്യമാക്കി വച്ചിരിക്കുന്ന നിരവധി ബോംബർ വിമാനങ്ങൾ, സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ തന്നെ ചൈനയുടെ പക്കലുള്ള അതിനിർണായകമായ സൂപ്പർസോണിക് മിസൈലുകൾ, ഇതൊക്കെ ഇനിയും പലതും ലോകം കണ്ടിട്ടില്ല. ചൈനയുടെ പക്കൽ ഇവയ്ക്ക് ഉണ്ടെന്ന് ലോകം അറിഞ്ഞിട്ടുമില്ല. ചൈന അതെങ്കിലും എവിടെയെങ്കിലും എടുത്ത് പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ചൈനയ്ക്ക് ഈ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ലോകം അറിയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് തങ്ങളുടെ ചങ്കെടുപ്പ് ചൈന അനുനിമിഷം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.